ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. വനിതകൾക്കും പുരുഷന്മാർക്കും ITBP-യിലേക്ക് പുതുതായിട്ട് വിളിച്ചിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ്. പറയാൻ പോകുന്ന 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതിൻ്റെ കൂടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ സ്പോർട്സിൽ മെഡൽ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. സോ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. എനിവേ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത്. അപ്പം മെൻ ആൻഡ് വുമൺ, വനിതകൾക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ്. കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി GDയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ GD ആണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 4 മാർച്ച് 2025 ഏകദേശം നിങ്ങൾക്ക് 2 ഏപ്രിൽ 2025 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണെന്ന്. അപ്പോൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്പോർട്സ് പങ്കെടുത്തിട്ടുള്ള മെഡലോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെ ഇവൻറ്റ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും? അത്ലറ്റിക്സ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ്. അത്ലറ്റിക്സ് തന്നെ ഇവൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ്സിലായിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കണം. നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പോർട്സ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വേണം. അത്ലറ്റിക്സിലാണെങ്കിൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അത്ലറ്റിക്സിൽ 100 മീറ്റർ, 400 മീറ്റർ അങ്ങനെ ഓരോ ഇവൻറ്റ്സ് കൊടുത്ത് കാണാൻ സാധിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽസിനുള്ള വേക്കൻസി ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. 0 വേക്കൻസി ആണെങ്കിൽ അതിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. അത്ലറ്റിക്സ് ഉണ്ട്. അത്ലറ്റിക്സിൽ ഏകദേശം 1500 മീറ്റർ റേസ് അതിന് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ. കാരണം അവിടെ വേക്കൻസി ഇല്ല, 0 വേക്കൻസിയാണ്. ഫീമെയിൽസിന് ഒരു വേക്കൻസി ഉണ്ട്, അതിന് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ സ്വിമ്മിങ്, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിനൊക്കെ എല്ലാവർക്കും വേക്കൻസി, ഫീമെയിൽസിനില്ല, ബോയ്സിന് എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോന്ന്, ബോക്സിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, തൈക്കാണ്ടോ, അങ്ങനെ ഒരുപാട് കണ്ടുണ്ട്. ആർച്ചറി, അങ്ങനെ ഏകദേശം 27ഓളം, ബാസ്കറ്റ് ബോൾ ഉൾപ്പെടെ 27ഓളം സ്പോർട്സ് ഐറ്റംസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തമുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 133ഓളം ഒഴിവുകൾ ഗ്രാൻഡ് ടോട്ടലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മെൻ ആൻഡ് വുമൺ ഉള്ള സെപ്പറേറ്റ് വേക്കൻസിയും ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ITBP-ൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. സാലറി സ്കെയിൽ 21,700 മുതൽ 69,100 വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. GD പോസ്റ്റാണ്, കോൺസ്റ്റബിൾ GD ആണ്. അതർ അലവൻസ്, യൂണിഫോം പോസ്റ്റിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. അപേക്ഷിക്കാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ്, സ്പോർട്സ് കോട്ടയിലേക്ക് കോൺസ്റ്റബിൾ GDയിൽ അപേക്ഷിക്കാൻ 18 to 23 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മെട്രിക്കുലേഷൻ ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇക്വാലൻ്റ് യോഗ്യത എന്തിൻ്റെങ്കിലും കൂടെ, അതായത് ഇവിടെ പറഞ്ഞ യോഗ്യതൻ്റെ കൂടെ പ്ലേയേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പൻറ്റഡ് ഓർ വൺ മെഡൽ ഇൻ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഗിവൻ അറ്റ് ദി പാരാ 4. അതായത് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ്സിൽ, അതായത് മുകളിൽ നമ്മൾ കുറച്ച് ഇവൻറ്റ്സ് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ സ്പോർട്സ് ഐറ്റംസ് പറഞ്ഞിട്ടില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മെഡലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ ഇവൻറ്റിൽ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് പോലെ തന്നെ ദി സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പൻറ്റഡ് ഓർ വൺ മെഡൽ ഇൻ എനി ഇന്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്സ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിൽ നിന്നും ആസ് എ മെമ്പർ ഓഫ് ദി ഇന്ത്യൻ ടീം പ്ലെയറിൻ്റെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മെഡൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അത് ഇവിടെ പറഞ്ഞ ഇൻഡിവിജ്വൽ ഇവൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ടീം ഇവൻറ്റിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്റർനാഷണൽ, നാഷണൽ ലെവലിൽ ഇവിടെ പറയുന്ന പോലെ തന്നെ ഇൻ ദി ടീം ഇവൻറ്റ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് വൺ എനി മെഡൽ ഇൻ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ ബോത്ത് ജൂനിയർ ആൻഡ് സീനിയറിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. 10th ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും SC STക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രായത്തിൽ റിലാക്സേഷൻ നൽകുന്നുണ്ട്. ഇത് സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 വർഷത്തെ ഇളവ് ജനറൽ കാറ്റഗറിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 10 വർഷത്തെ ഇളവാണ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിൽ നൽകുന്നത്. പിന്നെ OBC ആകുമ്പോൾ 8 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കുന്ന ജനറൽ കാറ്റഗറിയിലുള്ളവർ, അതായത് OBC EWS അതുപോലെ നമ്മുടെ SC ST SC ആണ്. ST വിഭാഗം താഴെ വേറെ തന്നെ പറയുന്നുണ്ട്. സോ അതിൽ പറയുന്ന വിഭാഗങ്ങൾക്കെല്ലാം ST
ഒഴികെ ബാക്കിയുള്ള വിഭാഗങ്ങൾക്കെല്ലാം 170 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്ക്. വനിതകൾക്ക് 152 സെൻറ്റിമീറ്ററാണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് ടിക്ക് മറ്റൊരു ഹൈറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള ഹൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 162.5 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം. അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്റർ വനിതകൾക്ക് വേണം. 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ആൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ പ്ലസ് എക്സ്പാൻഷൻ കൂടി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കൂടി പ്ലസ് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതാണ് ഹൈറ്റും വെയിറ്റും ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് ITBPൻ്റെ വെബ്സൈറ്റിലൂടെ 2 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനിയും ടൈം കളയേണ്ട. വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കുക.